സിനിമകളെ പോലും വെല്ലുന്ന രീതിയിൽ അതീവ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്ത വിചിത്രമായ ഒരു മോഷണ വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. CCTV ക്യാമറകളിൽ പെട്ടാലും തന്റെ മുഖമാരും തിരിച്ചറിയാതിരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാവ് മൊബൈൽ ഷോപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്മാർട്ട് ഫോണുകൾ കവർന്നു. രാജസ്ഥാനിലെ ഭിൽവാരയിലാണ് പോലീസിനെ പോലും അമ്പരപ്പിച്ച ഈ നാടക കവർച്ച അരങ്ങേറിയത്. CCTV ക്യാമറകളെയും അന്വേഷണ സംഘത്തെയും ഒരുപോലെ വട്ടം ചുറ്റിച്ച ആ അതിബുദ്ധിപൂർവമായ കവർച്ചാ രീതിയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, സാധാരണയായി മോഷണ കേസുകളിൽ പ്രതികൾ തങ്ങളുടെ അടയാളങ്ങൾ അവശേഷിപ്പിക്കാതിരിക്കാൻ ഹെൽമറ്റോ മങ്കി ക്യാപ്പോ അല്ലെങ്കിൽ കറുത്ത തുണിയോ ഉപയോഗിച്ച് മുഖം മറയ്ക്കുകയാണ് പതിവ്. എന്നാൽ രാജസ്ഥാനിലെ ഭിൽവാരയിൽ കവർച്ചയ്ക്കെത്തിയ കള്ളൻ തിരഞ്ഞെടുത്തത് പോലീസിനെ പോലും അമ്പരപ്പിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമായിരുന്നു. കരേഡിയിലെ ബസ് സ്റ്റാൻഡിൽ പരിസരത്തുള്ള മൊബൈൽ ഷോപ്പിൽ അർദ്ധരാത്രി മോഷണത്തിനെത്തിയ സംഘത്തിലെ പ്രധാനിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ്ക് അണിഞ്ഞ് കളം നിറഞ്ഞത്. കടയ്ക്കുള്ളിൽ കയറി കൗണ്ടറുകളിലും റാക്കുകളിലും അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഫോണുകൾ തപ്പിയെടുക്കുന്നതിനിടയിൽ ഈ മോഷ്ടാവ് പലതവണ CCTV ക്യാമറയ്ക്ക് മുമ്പിൽ കൃത്യമായി പെടുന്നുണ്ട്. ക്യാമറയിലേക്ക് നോക്കി ഫോണുകൾ ചാക്കിലാക്കുമ്പോഴും മുഖത്ത് മോദി മാസ്ക് കൃത്യമായി ഉണ്ടായിരുന്നതിനാൽ യഥാർത്ഥ പ്രതിയുടെ ചിത്രമോ പ്രായമോ കൺപുരികങ്ങളോ മറ്റു മുഖലക്ഷണങ്ങളോ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒരു സാധാരണ മോഷണത്തിനപ്പുറം പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള വലിയൊരു മനഃശാസ്ത്രപരമായ തന്ത്രം കൂടിയാണ് പ്രതി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ CCTV ക്യാമറകൾ എല്ലാ കടകളിലും കാണുമെന്ന ബോധ്യം മോഷ്ടാക്കൾക്കുണ്ടായിരുന്നു. ക്യാമറയിൽ മുഖം പതിഞ്ഞാലും പെട്ടെന്ന് ആളുകളുടെയും പോലീസിന്റെയും ശ്രദ്ധ മാസ്കിലേക്ക് മാത്രമായി ചുരുങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ ഈ വിചിത്രമായ വഴി തിരഞ്ഞെടുത്തത്. ഇത് പ്രാദേശിക തലത്തിൽ അന്വേഷണത്തെ ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പത്തിലാക്കാൻ കള്ളനെ സഹായിക്കുകയും ചെയ്തു. ഈ മാസ്കിന്റെ ധൈര്യത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് കരേഡ ടൗണിൽ 2 പ്രധാന മൊബൈൽ ഷോപ്പുകളിലാണ് ഈ സംഘം ഒരേ സമയം മോഷണ ശ്രമം നടത്തിയത്. രണ്ടാമത്തെ കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഇതേ മോദി മാസ്ക് ധരിച്ചയാളുടെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മോഷണത്തിലൂടെ വലിയൊരു നഷ്ടമാണ് കടയുടമയ്ക്ക് ഈ മോഷണ സംഘം വരുത്തി വെച്ചിരിക്കുന്നത്. കരേഡ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മതേശ്വരി മൊബൈൽ ഷോപ്പ് എന്ന സ്ഥാപനത്തിലാണ് പ്രധാനമായും കവർച്ച നടന്നത്. കടയുടെ മേൽക്കൂരയിലെ പടിക്കെട്ടിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റിന്റെ പൂട്ട് കട്ടർ ഉപയോഗിച്ച് അതിവിദഗ്ധമായി തകർത്താണ് മോഷ്ടാക്കൾ അകത്തേക്ക് കടന്നത്. പിറ്റേന്ന് രാവിലെ കടയുടമയായ ലക്ഷ്മൺ സെൻ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കടക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പ്രമുഖ കമ്പനികളുടെ എല്ലാം പുതിയതും വില കൂടിയതുമായ ഏകദേശം 35 മുതൽ 40 വരെ സ്മാർട്ട് ഫോണുകളാണ് സംഘം ഒരൊറ്റ രാത്രി കൊണ്ട് കവർന്നത്. വിപണിയിൽ ഇതിന് 5 ലക്ഷം രൂപയോളം വില വരുമെന്ന് കടയുടമ പോലീസിനോട് പറഞ്ഞു. ആദ്യ കടയിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന 40ഓളം വില കൂടിയ സ്മാർട്ട് ഫോണുകളുമായി അതിവിദഗ്ധമായി കടന്നു കളഞ്ഞ ഈ മോഷണ സംഘം അവിടം കൊണ്ട് തങ്ങളുടെ കവർച്ചാ പരമ്പര അവസാനിപ്പിച്ചില്ല. ഒരൊറ്റ രാത്രിയിൽ തന്നെ പോലീസിനെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് കരേഡ ടൗണിലെ മറ്റൊരു പ്രമുഖ മൊബൈൽ ഷോപ്പിൽ കൂടി ഇതേ സംഘം കവർച്ചയ്ക്ക് ശ്രമം നടത്തുകയുണ്ടായി. ആദ്യത്തെ കടയിൽ വിജയകരമായി കവർച്ച പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയിൽ തന്നെ ഈ മോഷണ സംഘം തൊട്ടടുത്തുള്ള മറ്റൊരു മൊബൈൽ സ്ഥാപനത്തിൽ കൂടെ ലക്ഷ്യമിട്ടു. ഈ രണ്ടാമത്തെ കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ സംഘം വീണ്ടും അമ്പരന്നത്. ആദ്യ കടയിൽ കണ്ടതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖംമൂടി ധരിച്ച അതേ വ്യക്തി തന്നെയാണ് ഈ രണ്ടാമത്തെ കടയുടെ പരിസരത്തും കവർച്ചാ ശ്രമത്തിന് നേതൃത്വം നൽകിയത്. CCTV ക്യാമറകളെയും പോലീസിനെയും പറ്റിക്കാൻ പ്രധാനമന്ത്രിയുടെ മുഖംമൂടി അണിഞ്ഞെത്തിയ മോഷ്ടാവിന്റെ അതിബുദ്ധി കണ്ട് അമ്പരന്നിരിക്കുകയാണ് നാട്ടുകാർ. എന്നാൽ എത്ര വലിയ മാസ്ക് ധരിച്ചാലും നിയമത്തിന്റെ കൈകളിൽ നിന്നും അധികനാൾ ഒളിച്ചു നിൽക്കാൻ പ്രതികൾക്ക് കഴിയില്ലെന്ന ഉറപ്പിലാണ് പോലീസ് സംഘം.